സമാധാനമില്ല, സന്തോഷമില്ല. പടച്ചവനെ വല്ലാതെ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. സദക്ക കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഞാനല്ല. അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമുള്ളവരാണല്ലോ. ആ ഖുർആൻ പറയുന്നു അള്ളാഹു തരുന്ന പ്രതിഫലം. നിങ്ങൾ സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരും, നിനക്ക് ജോലി തരും, നിനക്ക് സ്വാലിഹത്തായ ഭാര്യയെ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ. ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം നോക്കിക്കേ. ഒരാളെ ഒറ്റയടിയടിച്ച് തീർന്നു. ഒറ്റയടിക്ക് ഒരാളെ കൊന്നളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസാ, ഫിറഔനിൻ്റെ അനുയായികൾ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം, നീയാ കൊന്നേന്നറിഞ്ഞെന്ന്. അങ്ങനെ മൂസാ നബി നാട് വിട്ടു. മദിയൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയി. മദിയൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് നാട് വിട്ടുപോയി. ഇട്ടിരുന്ന വസ്ത്രമായിട്ടാണ് പോയെ. അവിടെ ചെല്ലുമ്പോൾ മൂസാ നബി നോക്കുമ്പോൾ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരാൻ കിടന്ന് തിരക്ക് കൂട്ടുകയാണ്. ഒരു 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? തീരാറായി, പോന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ. ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനിടയിലേക്ക് കയറാത്തത്. മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ഞങ്ങൾക്കൊരു പ്രായം ചെന്ന വാപ്പയേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ. അങ്ങനെ ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു മൂസാ നബി. മൂസാ നബി അലൈഹി സ്വലാം ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. ഇത്ര ചെയ്തുള്ളൂ. ആ കുട്ടികൾ പോയി. മൂസാ നബി അലൈഹി സ്വലാം നാട് വിട്ട് മദിയൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നിട്ട് ഒറ്റയ്ക്ക് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, ആരുമില്ല, അല്ലാ നീയേ ഉള്ളൂ, എന്നെ സഹായിക്കണം. അങ്ങനെ മൂസാ നബി ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മരത്തിൽ ചാരി ഇരുന്ന് ഉറങ്ങി. നോക്കുമ്പോൾ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു പ്രതിഫലം തരാൻ. ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, നിങ്ങൾ സഹായിച്ചതിന് പ്രതിഫലം തരാൻ. ആ 2 പെൺകുട്ടികൾ വിളിച്ചു കൊണ്ടുപോയി. മൂസാ നബി മുമ്പിലാണ് നടന്നേ. മൂസാ നബി സാധാരണ വഴി പറഞ്ഞു കൊടുക്കുന്നവൻ മുമ്പിലല്ലേ പോണ്ടേ? മുമ്പിൽ പോണോ അതോ പുറകിൽ പോണോ? വഴി കാണിക്കുന്ന ആൾ ഫ്രണ്ടിലാണോ പോണ്ടേ, പുറകിലാണോ പോണ്ടേ? മുമ്പിലല്ലേ? എന്നാൽ ആ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. ബോധമുള്ളവർ ചിന്തിക്ക്. ആ പെൺകുട്ടികൾ ലജ്ജയുള്ളവരായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ 2 പെൺകുട്ടികൾ ആരുടെ മക്കളായിരുന്നെന്നറിയുമോ? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ പെൺമക്കളായിരുന്നു. ഒരു പ്രവാചകൻ്റെ മക്കളാ, ഷുഐബ് നബിയുടെ മക്കളാ. 2 പെൺകുട്ടികളും ചെന്നപ്പോൾ മൂസാ നബി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നാട് വിട്ടു വന്നതാ, ജോലിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഷുഐബ് നബി പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. നോക്കണം, ഒരു പ്രവാചകൻ്റെ മകൾ സ്വാലിഹത്തായ ഭാര്യയെ കൊടുത്തു. നിനക്ക് ഞാൻ എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു തരാം. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒന്നാമത്തെ പ്രതിഫലം ഷുഐബ് നബി തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 10-11 വർഷവും ജോലിയും കൊടുത്തു. 10-11 വർഷം ജോലിയും കൊടുത്തു. എന്ത് ചെയ്തപ്പോൾ? ഒരു പെൺകുട്ടി 2 പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോൾ അല്ല കൊടുത്ത പ്രതിഫലം സ്വാലിഹത്തായ ഒരു ഭാര്യയും കൊടുത്തു, നല്ല ജോലിയും കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് തെളിവ്. അപ്പോൾ സദഖ കൊടുത്താലോ? അപ്പോൾ പൈസ കൊടുത്താലോ? അതാ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷമുള്ള ജീവിതം. ഞാൻ പറയുന്നത്, പെങ്ങളെ, നിൻ്റെ ഭർത്താവ് നന്നാകണോ, നിൻ്റെ ഭാര്യ നന്നാകണോ, സമാധാനമുള്ള ഒരു ജീവിതം നിൻ്റെ വീട്ടിൽ വേണോ, നിനക്ക് സന്തോഷമുള്ള ജീവിതം വേണോ, നിൻ്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, നിൻ്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാകണോ, സദഖ കൊടുക്ക്, സദഖ കൊടുക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ടവർ, 2 പ്രതിഫലം പറഞ്ഞു. 3, നിൻ്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.